ഇപ്പൊ കുറച്ചു നാളായിട്ട് കേൾക്കണ വാർത്തകളൊക്കെ ഭയങ്കര സംഭവങ്ങളാണല്ലേ. ഞെട്ടി 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 നമ്മൾ ഇനി എവിടേക്കാ ഞെട്ടണ്ടേന്ന് ആലോചിച്ചിരിക്കണ വാർത്തകളാണ്. 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ കുട്ടികളാണ് ഓരോരുത്തരെ കൊല്ല, അതുപോലെ 9ൽ പഠിക്കണ മക്കള് പ്രസവിക്കുക. എന്തൊക്കെ വാർത്തകളാണ് നമുക്ക് ചുറ്റും കേൾക്കണേ അല്ലേ. നമ്മള് മാതാപിതാക്കൾക്ക് പറ്റിയ പാളിച്ചയാണോ, മക്കൾക്ക് വരണ അറിവില്ലായ്മയാണോ, എന്താണ് ഇങ്ങനെ ഒരു ഭൂമി, ഇങ്ങനെ ഒരു ലോകം എന്ന് ചോദിച്ചാ എനിക്കറിയില്ല കേട്ടാ. പക്ഷെ ഞാൻ പറയണ കുറച്ചൊക്കെ നമ്മള് മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തോന്നുന്നു അല്ലെ. നമ്മളൊക്കെ ചെറുതായിരുന്ന സമയത്ത് നമുക്കൊന്നും പറഞ്ഞു തന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ അപ്പനമ്മമാരോട് ഒരു സ്നേഹവും ബഹുമാനവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ മക്കൾക്ക് എന്താ പറയാ, ഫ്രണ്ട്സിനേക്കാളും മീതിയാണ്. നല്ല കാര്യമാണ്, അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടിരിക്കേണ്ടതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടിരിക്കേണ്ടതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് എവിടെയാണ് പാളിച്ച പറ്റണേന്ന് നമുക്ക് മനസ്സിലാവണില്ല അല്ലെ. റിച്ചുമോൻ ഇപ്പൊ 10ലാണ്. അവന് പരീക്ഷ 15-ാം തീയതി തൊട്ട് തുടങ്ങും. CBSE-കാരുടെ പരീക്ഷ തുടങ്ങും. അപ്പൊ ഞാന് ഒരുപാട് പ്രതീക്ഷകൾ ഒരു കാര്യത്തിലും വെക്കാറില്ല. കാരണം മൊത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്നുള്ളത് എനിക്കറിയാട്ടാ. അതുകൊണ്ട് അപ്പൊ പിന്നെ അത് പറഞ്ഞ് നമ്മളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യണമൊന്നുമില്ല കേട്ടാ. അവരുടെ അടുത്ത് ഞാൻ പറയും, നന്നായി പഠിക്ക്, നന്നായി നിന്റെ ഭാഗം ക്ലിയർ ആക്കി വെക്ക്, ബാക്കി വരണോടത്ത് വെച്ച് കാണാം. അതാണ് നമ്മുടെ പോളിസി. പിന്നെ നമ്മളൊന്നും അങ്ങനെ പഠിച്ചിരുന്ന ആൾക്കാരൊന്നുമല്ല. എന്നെ പ്രതി മമ്മി കുറെ വിഷമിച്ചിട്ടുണ്ട് കേട്ടാ. പഠിപ്പിന്റെ കേസിൽ കുറെ വിഷമിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചേച്ചി നന്നായി പഠിക്കും, അവള് സ്കൂളിലെ ടോപ്പറായിരുന്നു. അവളുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വരുമ്പോൾ മമ്മിക്ക് ഭയങ്കര അഭിമാനം. അവള് നല്ല കലാകാരി, നന്നായി പഠിക്കും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്, അങ്ങനത്തെ ഒരു നല്ല കുട്ടിയായിരുന്നു. ഞാൻ തല്ലിപ്പൊളി ഒരു വസ്തു പഠിക്കൂല. പക്ഷെ ഞാൻ തോറ്റിട്ടൊന്നുമില്ല കേട്ടാ. ജയിക്കാനുള്ള മാർക്കിനുള്ളത് ഞാൻ എഴുതും, അതിനപ്പുറത്തേക്ക് എഴുതാൻ ഒരു മടി. അപ്പൊ എന്താ പറയാ, പിള്ളേരൊക്കെ നിന്ന നിപ്പിലാണ് വലുതാവണ. അമിതമായിട്ട് സ്നേഹം വേണം നമ്മുടെ മക്കളുടെ അടുത്ത്. പക്ഷെ അമിതമായ വിശ്വാസം ഇന്നത്തെ കാലത്ത് മക്കളിൽ വെച്ച് പുലർത്തിയിട്ട് ഒരു കാര്യമില്ല. പണ്ടത്തെ കാരണവന്മാര് പറയണ പോലെ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ആഗ്രഹിക്കേണ്ടെന്ന് പറയും. അതിലൊരുപാട് സത്യങ്ങളുണ്ട്. ഇപ്പൊ ഞാന് ഇന്നലെ അവന്റെ സ്കൂളില് ബ്ലെസ്സിങ് സെറമണി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഹോൾ ടിക്കറ്റ് കൊടുക്കണ ഒരു ചടങ്ങുണ്ടായിരുന്നു. അവിടെ പോയി കുറെ മെമ്മറീസ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിനാണ് എന്റെ കല്യാണം കഴിയണത്. നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത സമയത്ത്, ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിനെ കല്യാണം കഴിക്കാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒട്ടും ഒരു ഭാര്യയായിട്ടില്ല, നല്ലൊരു മരുമകളായിട്ടില്ല. അപ്പോഴത്തേക്കും അമ്മയാവാളെ പ്രിപ്പറേഷനാണ്. ഒരു 5 മാസം ആകുമ്പോഴത്തേക്കും പ്രഗ്നന്റ് ആവാണ്. നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളതാണ് റിച്ചു. അവന്റെ ബോൺ വെയിറ്റ് 4 കിലോനാണ്. നോർമൽ ഡെലിവറിയാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ എന്തൊക്കെ കഷ്ടപ്പാടുകൾ നമ്മൾ സഹിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. പുറത്തുള്ളവര് പറയും സുഖപ്രസവമായിരുന്നു. പക്ഷെ ഈ സുഖപ്രസവം എങ്ങനെയാ നടന്നെന്നുള്ളത് സുഖമായി പ്രസവിച്ചവർക്ക് അറിയുള്ളൂ. സിസേറിയൻ ആയാലും എന്താ പറയാ, നോർമൽ ഡെലിവറി ആയാലും ആ ഒരു പ്രോസസ്സ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അറിയാം. ഇത് ആദ്യത്തെ പ്രസവമാകുമ്പോ ഭയങ്കര സമയമെടുക്കും. പിന്നെ ഉണ്ണി ഇത്ര വെയിറ്റ് 4 കിലോ, രണ്ടുപേരും 4 കിലോ തന്നെയായിരുന്നു കേട്ടോ. റിച്ചു അത്, ഋതു അത് 4 കിലോ തന്നെയായിരുന്നു. പിന്നെ അവനെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പിള്ളേർക്ക് ഇത്തിരി പിരിപിരിപ്പ് കൂടും. കാരണം നമ്മൾ അടക്കി പിടിച്ച് സഹിച്ച എല്ലാ കാര്യങ്ങളും അവര് പുറത്തേക്ക് വരുമ്പോൾ അവര് മാക്സിമം വയലന്റ് ആയിട്ട് കാണിക്കും. നമ്മളെ സംബന്ധിച്ച് ഒരു പറച്ച നടലാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് വിടാന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് പുതിയൊരു മണ്ണിലേക്ക് ഒരു ചെടീനെ വെച്ച് നടന്ന പോലെയാണ്. നമുക്ക് അവിടെ വെള്ളവും വളവും തണലും ഒക്കെ കിട്ടിയാലാണ് നമുക്ക് വളരാൻ പറ്റുക. പക്ഷെ നമ്മളൊക്കെ എത്ര വലിയ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടാലും, എത്ര ചെറിയ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടാലും നമ്മുടെ വീടിന് ആണ് നമുക്ക് സ്വർഗം. നമ്മുടെ വീട് തന്നെയാണ് കൊട്ടാരം. അപൂർവം ചിലര് മാറ്റി പറയായിരിക്കും. പക്ഷെ ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചു, ദൈവം ഇത് എന്റെ മാത്രം തോട്ടാണോ, എന്റെ പ്രശ്നമാണോ എന്നൊക്കെ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ വരുമ്പോൾ. അപ്പൊ ഞാൻ ആരോട് സംസാരിച്ചാലും അവര് പറയണ, നമ്മുടെ വീട് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്തും. ബാക്കി ആ ഒരു വീട്ടിൽ എന്തിനൊരു പരിധികളുണ്ട്. നമ്മുടെ വീട്ടില് അങ്ങനെ ഒരു പരിധികളില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആങ്ങളമാരുടെ ആ ഒരു കാലമൊക്കെ ആവുമ്പോ അത് മാറ്റിയും പറയുന്നുണ്ട് കേട്ടോ. അത് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ മാറി മാറി വരുമല്ലോ. അപ്പൊ റിച്ചുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുമ്പിന്റെ ഉസ്താദായിരുന്നു. ഉസ്താദ് മീൻസ് ആദ്യത്തെ കുട്ടിയായ കാരണം അവന് ഇത്തിരി എല്ലാം കൊണ്ടും അവന് പിരിപിരിപ്പ് കൂടുതലാ. ഒരു ഫംഗ്ഷൻ എനിക്ക് പോകാൻ പറ്റില്ല. ആൾക്കാരെ കണ്ടാ അവന് പേടിയാവും, കരയും. ഞാൻ തന്നെ എടുക്കണം. നല്ല വണ്ണ, ഒരു 6 മാസത്തിലൊക്കെ ആള് 10 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറ്റുകയാണെങ്കിൽ അവന്റെ ചെറുപ്പത്തിലത്തെ 2-3 ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാട്ടാ. അപ്പൊ എന്താ പറയാ, നമ്മുടെ മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടം നമ്മള് ഇങ്ങനെയാണ് കൺമുൻപിലൂടെ കടന്നു പോണത്. സത്യം പറഞ്ഞാൽ അവൻ 10ലെത്തിന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പോഴും എന്റെ മൈൻഡ് സെറ്റ് ഇപ്പോഴും ഞാൻ നൽകുന്ന സ്കൂളിൽ 10ൽ പഠിക്കാന്നാണ്
എനിക്ക് തോന്നാറ്. അതിനുള്ള ബുദ്ധിയും തന്നെയാണ് ഞാൻ കാണിക്കാറുള്ളൂ. പക്ഷെ എന്റെ മോൻ 10ലെത്തി എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നാണ്. അപ്പൊ എന്തായാലും മാർച്ചില് സ്റ്റേറ്റിന്റെ SLC പരീക്ഷ +2 ഒക്കെ തുടങ്ങുന്നുണ്ട്. CBSE-കാർക്ക് കുറച്ച് നേരത്തെ തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ മക്കളോട് നമ്മള് മാക്സിമം പഠിക്കാൻ പറയാം. അവർക്ക് പറ്റണ പോലെ അവർ പഠിക്കട്ടെ, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണത്. പക്ഷെ നമ്മൾക്ക് എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ മാതാപിതാക്കൾക്ക് എപ്പോഴും ആക്രാന്താണ്. അവരെന്ത് ചെയ്താലും അവർക്ക് എത്ര കിട്ടിയാലും പോരാ 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 എന്നുള്ള ചിന്തയാണ് ഇന്നത്തെ തലമുറേനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കണേന്നാണ് എനിക്ക് തോന്നണേ. ഒരാൾക്കും വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ഇല്ല, തോൽവി ഏറ്റുവാങ്ങാനുള്ള ഒരു മനസ്സാന്നിധ്യം ഇല്ല. നീ ഇത്ര മാർക്ക് മേടിക്കണം, നീ ഒരു പൊസിഷനിൽ എത്തണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ കുത്തിവെച്ച് എന്താ പറയാ, ആ പിള്ളേർക്ക് അവര് കളിക്കണ ഗെയിമില് പോലും അവര് ചെറുപ്പത്തിലെ അവര് കളിക്കണത് വീഡിയോ ഗെയിമാണ്. നമ്മള് പണ്ടൊക്കെ എന്താ കളിച്ചിരുന്നത്, അതിലവർക്ക് തോൽക്കാൻ പാടില്ല. അപ്പൊ ആ കുഞ്ഞു നാളില് തൊട്ടേ ജയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണേ. ഇപ്പൊ എത്ര കേസുകളായി നമ്മൾ കാണുന്നു, കല്യാണം കഴിഞ്ഞ് പോയിട്ട് നല്ല പഠിപ്പും വിവരമുള്ള പെൺകുട്ടികള് അവിടെ പോയിട്ട് ഭർത്താവിന്റെ വീടുമായിട്ട് പറ്റാണ്ട്, ഒഴിഞ്ഞു പോരാൻ പറ്റാണ്ട് അവിടെ തന്നെ ജീവൻ കളഞ്ഞു പോരാൻ എത്ര പിള്ളേരുണ്ട്. ഞാൻ വിചാരിക്കണ സ്വന്തം കാലിൽ നിന്ന് ജീവിച്ച് കാട്ടി കൊടുക്കാനുള്ള ഒരു സാന്നിധ്യം പോലും ഇല്ല. ഈ നാട്ടുകാരും നമുക്കൊരു ചെലവിന് തരുന്നില്ല. പിന്നെയും എന്താ പറയാ, നമ്മളെ വിധിക്കണവരാരും നമുക്ക് അരിമേടിക്കാനോ നമ്മുടെ ഒരു സങ്കടത്തിൽ ചേർന്ന് നിൽക്കാനോ വരണില്ല. അപ്പൊ പിന്നെ നമ്മൾ ആരെ കാണിക്കാനാണ് ഇത്രയും ഇതാവണത്? നമ്മൾ കുറച്ചൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കേണ്ടത്. അപ്പൊ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാതെ ഈ പരീക്ഷ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ നന്നായി പഠിക്കുക, നിങ്ങൾ നന്നായി പരിശ്രമിക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണും. അത്രേ ഉള്ളൂ. ചിലർക്കത് ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 സ്റ്റാറ്റസ് വെച്ചില്ലെങ്കിൽ അത് വല്ലാത്തൊരു കുറച്ചിലാണ് അല്ലെ. എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ എന്തുട്ടാ ഒരു പ്രത്യേകതയുള്ള ഡോക്ടർമാര് മാത്രം, എഞ്ചിനീയർമാര് മാത്രം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ജോലിക്കും ബാക്കിയുള്ളതിനൊക്കെ ആരുണ്ടാവാം. അപ്പൊ എല്ലാ കാറ്റഗറിയും നല്ല തന്നെയാണ്. അപ്പൊ എല്ലാ ജോലിനെയും ബഹുമാനിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ റിച്ചുവിന്റെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല സാലറി കിട്ടുന്ന ജോലി ഏതാ, അത് മതി. അത് ഞാൻ അവനോട് പറയാറുണ്ട്. അവൻ കുറച്ചും കൂടി കഴിഞ്ഞ് ഇത്തിരി കൂടി ബോധം വന്നാൽ ശരിയാവുമായിരിക്കും. ഞാൻ പറയും അങ്ങനെയല്ല റിച്ചു ചിന്തിക്കേണ്ട. അപ്പൊ അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. ഒരോടനെ കൃഷിക്കാരനായിരുന്നു, ഒരോടനെ പൈലറ്റ് ആയിരുന്നു, ഒരോടനെ ഡോക്ടറായിരുന്നു, എന്തായി തീരുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ടേസ്റ്റുകൾ മാറി മാറി വരും. ഇനി +2 ഒക്കെ കഴിഞ്ഞാൽ നമുക്കൊന്നറിയാം. അപ്പൊ നമ്മുടെ മക്കളോട് പറയാനുള്ളത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരീക്ഷയൊക്കെയാണ്, മാതാപിതാക്കള് വെറുതെ കാര്യമില്ലാണ്ട് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ചില നേരത്ത് നല്ല പ്രഷർ വരും, ഇവര് ഈ പഠിക്കാണ്ട് നടക്കണ കാണുമ്പോഴും ഇതൊക്കെ ആകുമ്പോഴും. നമ്മൾ എന്ത് പ്രഷർ അടിച്ചിട്ടും കാര്യമില്ല. എന്താ പറയാ, അത് എന്ത് വന്നാലും നമ്മള് അതിനെ അംഗീകരിക്കാൻ പഠിക്കുക. ഇപ്പൊ മക്കള് ചില പിള്ളേര് ഉണ്ട് കേട്ടോ, മരിച്ച് പഠിച്ചിട്ട് എക്സാം പേപ്പറിൽ എഴുതാൻ പറ്റാത്ത മക്കളുണ്ട്. അപ്പൊ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവര് പരിശ്രമിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ പേടി ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാ, ഇതൊന്നിന്റെ ഒരു അവസാനമല്ല. ഇന്നലെ സ്കൂളിൽ പോയപ്പോ അവിടെ എല്ലാവരും മാർക്കിനെ കുറിച്ചാണ് കൂടുതൽ പറയണത്. നിങ്ങൾ മാർക്ക് മേടിച്ച സ്കൂളിന് പ്രശസ്തി ഉയർത്തണം, അത് ഇതെന്നൊക്കെ പിള്ളേരെ പറഞ്ഞ് ഇതാക്കുണ്ടെങ്കിലും ഇതിന്റെ അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയുമുണ്ട് ജീവിതത്തില്. അതും കൂടി അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ എന്താ പറയാ, +1 വിടുമ്പോ ഇത്ര നാള് നമ്മൾ കുഞ്ഞു കുട്ടികളെ പോലെ കൊണ്ടു നടന്നിരുന്നവര് പെട്ടെന്നൊരു സുപ്രഭാതത്തിലെ വലിയ മക്കളായിട്ടാണ് ജൂൺ ജൂലൈയിലൊക്കെ +1 പോവാ. എന്തൊക്കെ തരം സംഭവങ്ങളാ അവർക്ക് വേണ്ടി പതിയിരിക്കണേന്നുള്ളത് നമുക്കറിയില്ല. മാക്സിമം നമ്മൾ നമ്മുടെ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മള് മാതാപിതാക്കൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. പക്ഷെ മത്സരമുള്ള ഒരു ലോകത്ത് വിട്ടുകൊടുക്കാനും കുറച്ചൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അവര് കേൾക്കാതിരിക്കുമോ എന്നുള്ളത് അവരുടെ മൈൻഡ് സെറ്റാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുക, വിട്ടുകൊടുക്കണം. ജയം മാത്രമല്ല തോൽവിയുണ്ട്. മറ്റൊരാളുടെ സങ്കടം കണ്ട വിഷമിക്കാൻ പാകത്തിൽ ഒരു മനസ്സ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല പരിശ്രമം ഉണ്ടാവട്ടെ. നമ്മളെപ്പോഴും അവൾക്ക് എത്ര മാർക്കുണ്ട്, അവന് എത്ര മാർക്കുണ്ട്, നീ എത്ര മേടിച്ചില്ലല്ലോ, അതാണ് നമ്മൾ അവരെ ചെറുപ്പം തൊട്ട് അവരെ തലയിൽ കയറ്റിക്കൊണ്ടു കൊടുക്കണത്. അപ്പൊ അവരെ സംബന്ധിച്ച് ആരെ തോൽപ്പിച്ചാലും ആരെ കൊന്നാലും ആരിതായാലും ഞാൻ 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 എന്നുള്ള ഒരു ചിന്ത വരും. എന്നെ സ്നേഹിക്കണം, എനിക്ക് വേണ്ടി ജീവിക്കണം, അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഭൂമിയിലാണല്ലോ ജീവിക്കണത്. അത് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ എന്താ പറയാ, ഇന്ന് വീഡിയോ എടുക്കണം എന്ന് വെച്ചിട്ടൊക്കെയാണ് വന്നത് കേട്ടാ. പക്ഷെ എന്താ, ഇന്നലെ പോയപ്പോ മൈൻഡ് ആകെ അവന്റെ ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പിള്ളേരുടെ ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് LKG കൊണ്ടുവിട്ടിട്ട് പിന്നെ ഈ 10ാം ക്ലാസ്സിലല്ലേ നമ്മൾ അവരുടെ ആ സ്കൂളിൽ നിന്ന് എടുക്കണത്.
അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരുപാട് മെമ്മറീസ് വന്നു നിറഞ്ഞപ്പോ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കണ്ടേ, ഇന്നും ഈ കുക്കിങ്ങും ബ്യൂട്ടി ടിപ്സ് ഒക്കെ കാട്ടിയിട്ട് എന്താ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ വന്നിരുന്ന് സംസാരിക്കണ്ടേ. അപ്പൊ എല്ലാവരും 10th-ലും +2-ലും ഒക്കെ പഠിക്കണ കുട്ടികളുടെ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. നിങ്ങൾ ഒരു നഗ്ന സത്യം മനസ്സിലാക്കുക. എന്താ പറയാ, ഓരോ മനുഷ്യനും എത്ര നമ്മള് ദൈവമില്ല അതില്ല എന്നൊക്കെ പറയണ കുറെ ആൾക്കാരുണ്ടാവും. ഒരു വിധി, ഒരു കർമ്മഫലം ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ട്. അപ്പൊ അതിൽ വിശ്വസിക്കുക. നമ്മൾ എന്ത് നേടിയാലും, നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചാലും ഒന്നുമില്ലാണ്ടല്ലേ ഈ ഭൂമിയിൽ നിന്ന് പോണത്. പിന്നെ വെറുതെ പിള്ളേരെ ടോർച്ചർ ചെയ്തിട്ട് എന്താ കാര്യം? അവരൊപ്പം നിൽക്കുക. നമ്മള് മാക്സിമം അവർ പഠിക്കട്ടെ, മാക്സിമം അവർ ചെയ്യട്ടെ, അത്ര തന്നെയുള്ളൂ. ഇതൊക്കെ പറയണേ എനിക്കും ചില നേരത്ത് പ്രാന്തൊക്കെ വരും. നമ്മൾ മനുഷ്യരല്ല, നമുക്കതൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ പോലെ ഇങ്ങനെ പ്രാന്ത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോ കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും. നമ്മളൊക്കെ എന്തോരം ഉഴപ്പിണ്ട്. അതിന്റെ പകുതിയൊന്നും ഇവര് ഇപ്പോഴത്തെ കാലത്തെ മക്കൾ ഉഴപ്പണില്ല കേട്ടോ. അവര് മാക്സിമം പഠിക്കണ്ട. നമ്മളൊക്കെ ഭൂലോക ഉഴപ്പികളായിരുന്നു. അപ്പൊ നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോ ഇവര് ബെസ്റ്റായിട്ട് പഠിക്കണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ, ഒരു അടിപൊളി ദിവസം ആവട്ടെ എന്ന് ആശംസിക്കാണ് കേട്ടോ.